അതിൻ്റെ ഇത് ഒന്നിപ്പോൾ തണ്ട് ശ്രദ്ധിച്ചാൽ തിരിയും. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ആയി തോന്നും, പക്ഷെ ഞാൻ അതേ അത്ഭുതപ്പെട്ടു, ഇത് പ്ലാസ്റ്റിക്കാണ്. ഞാൻ എൻ്റെ മണപ്പിക്കുമ്പോൾ നല്ല മണം. ഞാൻ ചോദിച്ചൊക്കെയുണ്ട്, അവർ പറഞ്ഞു ഇത് ഒറിജിനലാണ്, ഇതാ ഇനി തണ്ട് നോക്കിയാൽ തിരിയും. അടിപൊളി ഫ്ലവർ. രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മുടെ ബേത്താബാലിയിൽ പോകാൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടാക്സി ബുക്കിംഗ് ഉണ്ട്. ഇത് യൂണിയൻ ടാക്സിയാണ്. നമ്മളിവിടെ നോക്കുമ്പം ടൂറിസ്റ്റ് വിസ ഉണ്ട്. അവിടെ കണ്ട ഡിഫറെൻറ്റ് ടൈപ്പ് വെഹിക്കിളിന് ഓരോ ടൈപ്പ് പൈസ. നമ്മൾ വാനാണ് എടുത്തത്. വാനിനാകുമ്പോൾ 900 രൂപ റൗണ്ട് ട്രിപ്പിന്. നോർമൽ പ്രൈസാണ്. പിന്നെന്ന് വെച്ചാൽ പോകുന്ന വഴിക്കല്ല, അവിടെ എത്തിയിട്ട് നമ്മളെ അവർ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തുന്നു പറഞ്ഞത്. ബേത്താബാലിയുടെ എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. എത്ര 100 രൂപ ഒരു പെർ പേഴ്സൺ 100 രൂപ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ടൊക്കെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങാടെ മറ്റേ ഗോഡേര സ്റ്റാൻഡ് ഉണ്ട്. അത് കുതിര സ്റ്റാൻഡ്. അതിൽ കയറിയിട്ട് നമുക്ക് ഗോഡേര മുകളിൽ പോകാൻ പറ്റും. ഈ വെള്ളമെല്ലാം പുഴയും വെള്ളമെല്ലാം അത് കണക്കും മറ്റേ കുതിര തന്നെ. ഈ ചോട്ട മാഗിക്കും ഒരു 10 രൂപയുടെ മാഗിയുടെ പകുതിക്കും ഈ ഒരു ഗ്ലാസ് ചായക്കും ഈ 2 ആൾക്കാർക്ക് 150 രൂപ അല്ലേ അതിന്? 140 രൂപയാണ്. ഇതാണ് ടൂറിസ്റ്റ് സ്ഥലത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ബജ്റംഗ് ഭായ്ജാൻ്റെ ബോർഡർ കാണിക്കുകയാണ്. ഇത് ശരിക്കും ആർട്ടിഫിഷ്യലി അവരാക്കി വെച്ച ബോർഡറാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ശരിക്കും ഇത് മൊത്തം ഇന്ത്യ തന്നെയാണ്. ഇത് നല്ല അടിപൊളി. ഇതാണ് ഏറ്റവും വെർത്തിറ്റായിട്ട് നമുക്ക് തോന്നിയത് പഹൽഗാമിൽ വന്നിട്ട്. ഇപ്പോൾ ഈ സൈഡ് നോക്കിയാൽ മൗണ്ടെയ്ൻസ്, ആ സൈഡിൽ നോക്കിയാൽ മറ്റേ ഗ്ലേഷ്യേഴ്സ് ഒഴുകി വരുന്ന മറ്റേ പുഴ. ഇത് നമ്മൾ വന്ന കുതിര. അതിൻ്റെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇയാൾ നമുക്ക് എല്ലാം നല്ല രീതിയിൽ നമുക്ക് സമയം തരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ വേറെ മൗണ്ടെയ്ൻസ്, നല്ല അടിപൊളി ഗ്രീൻ മെഡോസാണ് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിയാലും ഒരുപാടുണ്ട്, ഇനിയും ഒരുപാട് ഉണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഈ 2 മലകൾ, ഇപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ 2 മലകളുടെ ഇടയിലായിട്ടാണ് ഒരു വാട്ടർ വരുന്ന രീതിയിൽ ഇവരാക്കിയത്. ആ സിനിമയിൽ ആക്കിയതല്ല, ആ സിനിമയിൽ ഇങ്ങനെ ഗ്ലേഷ്യേഴ്സ് നദിയായിട്ട് ഇങ്ങനെ ഒലിക്കും. ഇതിപ്പോൾ ഈ സമയത്തായതുകൊണ്ട് ഇത് ഡ്രൈ ആയിരിക്കുകയാണ്. കുതിര സവാരി കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. അത് ആ സ്ഥലത്തു നിന്നാണ് നമ്മൾ വന്നത്. സ്ഥലമാണ് അവിടെ കണ്ട കുഞ്ഞുങ്ങൾ, സ്കൂളത്തെ കുഞ്ഞുങ്ങൾ വന്നിട്ട് അവിടെ പിക്നിക്കെല്ലായിട്ട് മാഗിയാട്ടം കൊടുത്ത് നിന്നുണ്ട്. അതിൻ്റെ പെൺകുഞ്ഞുങ്ങൾ ഇതങ്ങനെ അപ്പുറത്ത് നീല ബുർക്ക ഇട്ടിട്ട്. ഇവിടെ ബുർക്ക വളരെ കുറവാണ്. ചിലപ്പോൾ ഇത് വല്ല ഇസ്ലാമിക് സ്കൂൾ മാത്രമായിരിക്കും. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇപ്പുറത്ത് ഈ സൈഡിൽ നീല ബുർക്ക ഇട്ട പെൺകുഞ്ഞുങ്ങൾ. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കെല്ലാം മഞ്ഞ ടീഷർട്ടും പാൻറ്റാണ്. നല്ല അടിപൊളി യൂണിഫോം. നമ്മളെ നാട്ടിലും ഇങ്ങനത്തെ നല്ല യൂണിഫോം കണ്ടിരണം. മറ്റേ ടീഷർട്ട് പാൻറ്റല്ലായിട്ടില്ലേ, മഞ്ഞ കളറും വെള്ള കളറെല്ലാം നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ വന്നത് ഇപ്പോൾ ഇതാ ഈ സ്ഥലത്താണ് കുതിരകളെല്ലാം നിർത്തിയിട്ടത്. നമ്മൾ എന്നിട്ട് തിരിച്ചു വന്നു. ഈ മോൾ ഭാഗത്തോളം പോയിട്ടാണ് നമ്മൾ വന്നത്. ട്രീസും പൈൻ ട്രീസാണ്. ഇതൊരു ഫോറസ്റ്റ് ആണ്. ഇവിടെ രാത്രി ഇത് ഷെയർ വരുമല്ലോ, നമ്മളെ ടൈഗർ വരും. പക്ഷേ കുറച്ച് ആൾക്കാർ ആരും വരില്ല. നമ്മൾ കാട്ടിലേ ഇപ്പം വന്നത് കുതിരയിൽ. പിന്നെ നാട്ടിലേക്ക് അങ്ങ് ആ കാണുന്ന ടൗൺ ഉണ്ടാ, നമ്മൾ താമസിച്ചതെല്ലാം ആ ടൗണിലാണ്. ആ ഭാഗത്തേക്കൊന്നും കുതിര ഇത് നമ്മളെ ഇയാളെ വരൂല. ആരെ മറ്റേ ടൈഗർ. അതാ പിന്നെ അങ്ങോട്ട് ഒരു ഗേറ്റ് പോലെ ഒരു സാധനം. ഇത് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തോന്നി നമുക്ക്. അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു. പക്ഷെ ആ സൈഡിലേക്കൊന്നല്ല നമ്മളിപ്പോൾ ഇവർ കൊണ്ടുപോയത്. ഇപ്പോൾ ഇതവിടെ കണ്ടോ ഒരു ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റിനുള്ളിൽ ഒരുപാട് ഗാർഡ്സ് എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞത് പട്ടാളക്കാരെല്ലാം നല്ല വൃത്തിക്ക് വലിയ തോക്കെല്ലാം പിടിച്ചിട്ട് പാറയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഡൗട്ട്, ആ ബജ്റംഗ് ഭായ്ജാന്റെ ബോർഡർ ശരിക്കും ഒറിജിനൽ ആണോ അത് നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം നമ്മളെ ഗാർഡ് പറഞ്ഞത്, നമ്മളിപ്പം ഉണ്ടായ ഹൗസിന്റെ അയാൾ പറഞ്ഞത് അത് ഈ കാട്ടുന്ന ആരും എന്തെങ്കിലും കാട്ടുന്ന എന്തെങ്കിലും എടുത്തോണ്ടാവാണ്ടിരിക്കാൻ ആ രീതിയിൽ. ഇതാ നമ്മള് സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. ഇവരെ ഭാഷ നമുക്ക് തീരെ മനസ്സിലാവാൻ പറ്റാത്തൊരു ടൈപ്പ് ഭാഷയാണ്. അപ്പോൾ ഒന്ന് അവർ കണ്ട അവരിപ്പോൾ പറഞ്ഞു നമ്മൾ ഒന്നിച്ചു പിടിക്കാം. നമ്മളെ
അവരിപ്പോ പറഞ്ഞത് നിങ്ങൾ സ്കൂളിൽ നിന്ന് വർദ്ധി പഹനക്ക് ആയോണ്ട് നമ്മ ഈ സാധനം ഇട്ടിട്ട് അതോട് സ്കൂളിൽ നിന്ന് പോകുന്നത് ഇവരെ നാട്ടിലെ യൂണിഫോമിൽ കോട്ടുണ്ട് തണുപ്പത്തെ കാലത്ത് ചെയ്തിട്ട് അത് അവർ വരുത്ത് നമ്മ പറഞ്ഞല്ല നമ്മ കേരളത്തിൽ നിന്ന് വന്നതാണ് നമ്മൾ ഓൾറെഡി ഗോഡസവാരിയെല്ലാം കഴിഞ്ഞിട്ട് വരികയെന്ന് നടക്കുകയെന്ന് പറഞ്ഞു അത് നമ്മൾ സ്കൂൾ കുട്ടികളെന്ന് എങ്ങനെയാണ് തോന്നുന്നത് നമ്മൾ വിചാരിച്ചു ഇവരെ സ്കൂളിൽ ഈ ടൈപ്പ് പർദ്ദയാണെന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ ആ ഇതൊന്നും നമ്മൾ ചോട്ടകളായോണ്ടായിരിക്കും പക്ഷെ നമ്മളിതാ ചോട്ടകളായോണ്ടാണ് നമ്മൾ ഇത്ര എന്നിട്ടും വലിയ കാര്യമില്ല. സ്കൂൾ കുട്ടികൾ പെൺകുട്ടികൾ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഏത് സ്ഥലത്തും ഫോട്ടോ എടുക്കലാന്ന് തോന്നുന്നു. ഇവിടെ ആകുമ്പം ആൺകുട്ടികൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാന്ന് തോന്നുന്നു ഇവര് ചെറിയ കുഞ്ഞുങ്ങളെ മഞ്ഞ യൂണിഫോം കാണാം നിങ്ങൾക്ക്. ടീച്ചറും മാഷൊക്കെ ആണെന്നാണ് തോന്നുന്നു. ഇവരെ നോക്കുന്നുണ്ട് ഇവര്. പിന്നെ അവിടെ ഇങ്ങനെ സിപ്പ് ലൈനിലൂടെ ചെറിയ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പിന്നെ അത് എന്താ ഈ കാണുന്നതാ ഇതിൽ കാണുന്നുണ്ട്. അതാ സിപ്പ് ലൈനിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് പിന്നെ താഴ്ഭാഗത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കറണ്ട വെച്ചു. ചെറിയ കുട്ടികൾക്ക് കയറാം. നമ്മൾ രണ്ടാളും ഒരുപോലത്തെ ആവാനും ഒരുപോലത്തെ കോട്ടിട്ടോണ്ടായിരിക്കും ഫുൾ വ്യൂ. നമ്മളെ കാണുമ്പോൾ യൂണിഫോം പോലെ ഇല്ലേ, 2 കാപ്പി യൂണിഫോം. ഇവൻ തട്ടം പോലും നമ്മൾ സേവ് ആക്കിയിട്ടായിട്ട് ഇവരെ നാട്ടിൽ ചിലപ്പോൾ കാപ്പി യൂണിഫോം ഉണ്ടാവും. തണുപ്പത്ത് ഇവർ കോട്ട് ഇട്ടിട്ടായിരിക്കും. ഇത് അങ്ങനെ അത്ര കട്ടിയില്ല, ഒരു നോർമൽ കട്ടിയില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ വിലയിച്ചിന്. കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ക്യൂട്ടീനെ കിട്ടിയിട്ടുണ്ട്. എത്ര വയസ്സിനെ? 1 മാസേ ആയിട്ടുള്ളൂ. നല്ല ചെറിയ ചോട്ടയാണ്. പെഹൽഗാമിൽ ഇത് മാത്രമാണ് ഇപ്പൊ തുടങ്ങിയിട്ട് ടൂറിസ്റ്റ് അട്രാക്ഷൻ. പ്രശ്നം വന്നിട്ടില്ലേ, അതുകൊണ്ട് ആറു വാലിയിൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം. ടൂറിസ്റ്റുകൾ നല്ലോണം അധികം ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഏകദേശം 11:30 അപ്പം കുറെ ഫാമിലിയും ആൾക്കാരെല്ലാം വരുന്നുണ്ട്. വളരെ വർത്തിട്ടാണ്. അത്രയൊന്നും പൈസ ഇല്ല. കുറേ കുട്ടികളായാലും ഉണ്ട്, പിന്നെ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഒരുപാട് ഫാമിലീസ് ഇപ്പം കാണാൻ പറ്റും. തണുപ്പില്ലേ, നല്ല 11:30 സമയം. നല്ല വെയിലുണ്ട്, പക്ഷേ തണുപ്പ് നല്ല തണുപ്പാണ്. ചൂടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സൺലൈറ്റ് നല്ലോണം കിട്ടുന്നുണ്ടാകും. അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ കിട്ടും. എന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നല്ല ഗ്രീനറിയാണ്. നമ്മൾ വേറെ എവിടെ പോകുന്നതിനേക്കാളും ബെസ്റ്റ് ഇതിലേക്ക് ഡയറക്റ്റ് കയറിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോടസവാരിയിൽ പോകുമ്പോൾ ഇച്ചിരി പേടിയാവും. കാരണം ഇത് കുറച്ചുകൂടി ഇങ്ങനെ ബമ്പി ആയിട്ടുള്ള ടെറൈനാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മറ്റേ സ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നാലും ഇവിടെ എന്തായാലും ഒരിക്കലും മിസ്സാക്കാണ്ട് നോക്കണം. ഈ ടൈമിൽ ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് വരുന്ന ആൾക്കാരാണ് ഇവിടെ എന്തായാലും ബെറ്റർ. ബേതാബ് വാലി നിന്ന് സോനാമാർഗിലേക്കുള്ള റൂട്ടാണിത്. ഏകദേശം 5-5.5 മണിക്കൂർ കാറിലേക്ക് സമയമെടുക്കും. കാശ്മീരിൽ നിന്ന് ശ്രീനഗറിലാണ് മിഡിൽ പോയിന്റ് വരുന്നത്. എന്ന ഓരോ ഡയറക്ഷനിലായിട്ടാണ് ബേതാബ് വാലി, പെഹൽഗാം ആണെങ്കിലും സോനമാർഗ് ആണെങ്കിലും ഗുൽമാർഗ് ആണെങ്കിലും ഇല്ലൊക്കെ. അപ്പം നമുക്ക് ഒരു പെഹൽഗാമെന്ന് സോനമാർഗിലേക്ക് പോകണമെങ്കിൽ ആദ്യം ശ്രീനഗറിലേക്ക് വന്ന് അതിന് ഒരു 2.5-3 മണിക്കൂർ എടുക്കും. പിന്നെ അവിടെ നിന്ന് വീണ്ടും സോനമാർഗിലേക്ക് വരണം. അപ്പോൾ ടോട്ടൽ 5-5.5 മണിക്കൂർ കാർ റൈഡ് എടുക്കും. കാശ്മീരിലാകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഈ ടൈപ്പ് ഓഫ് വെഹിക്കിൾസാണ്. കാര്യമായിട്ട് ബസ്, റിക്ഷ അങ്ങനെയൊന്നും സംഭവങ്ങളില്ല. ഇങ്ങനെ ഈ മിനി വാൻ പോലത്തെ പബ്ലിക് വെഹിക്കിളിലാണ് ആൾക്കാർ ഓരോ സ്ഥലത്തേക്കും അതിൽ കയറിയിട്ടാണ് പോകൽ. അത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, സാധാ ചെറിയ പൈസയില്ലൂ പെർ കിലോമീറ്ററിന്. നമ്മത് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ സിസ്റ്ററിന് മുമ്പ് വന്നേരം അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് നിർത്തിയിട്ടതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഷീപ്പിൻ്റെ ഫ്ലോക്സ് ഇങ്ങനെ കൊണ്ടുവന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് അവർ പറഞ്ഞത് ജമ്മുവിലാണ് ഈ ഷീപ്പിൻ്റെ ഫ്ലോക്കുകൾ സമ്മറിൻ്റെ സമയത്ത് ഉണ്ടാവൽ. പിന്നെ വിൻ്റർ ആകുമ്പം അവർ ജമ്മുവിലേക്ക് പോകും. സമ്മറിലാകുമ്പോൾ അവർ കാശ്മീർ സൈഡിലേക്ക് വരും. കാരണം വിൻ്റർ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും. ഇതൊരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വുഡൻ ആർക്കിടെക്ചറല്ലേ. ഇതെല്ലാം നീ എടുത്തിട്ടുണ്ടാവും അല്ലേ? നല്ല വളരെ ക്യൂട്ടായിട്ട് നല്ല ക്യൂട്ടാണ്. മറ്റേ സിനിമയിലെല്ലാം കാണുന്ന പോലത്തെ ലൊക്കേഷൻ. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഇവിടെ ഹെയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. നമ്മൾ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിന്. നോക്കാം ഇനി പുറത്ത് പോയാൽ ചിലപ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്തെന്ന് കാർഗിൽ വാർ നടന്ന മെമ്മോറിയൽ സ്ഥലത്തേക്ക് പോകും ഫസ്റ്റ്.
അതിനുശേഷം നമ്മൾ പോണി റൈഡിന് പോകും. പോണി റൈഡിൽ നമ്മൾ ഗ്ലേഷ്യറെല്ലാം വരുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം നമ്മളെ ഒരു ഡ്രൈവറുണ്ട്, അയാൾ നമ്മൾ ഇടുക്കി കൊണ്ടുപോയിട്ട് തിരിച്ച് നമ്മളെ ശ്രീനഗറിൽ ഒരു ഹൗസ് ബോട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഹൗസ് ബോട്ടിൽ നിൽക്കും. എന്നിട്ട് നമ്മളെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഹൗസ് ബോട്ടിൽ തന്നെ കിട്ടും. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നല്ലൊരു അടിപൊളി ആലു പൊറോട്ട കിട്ടുന്നത്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതിന് പഞ്ചാബിൽ നിന്ന് ചണ്ഡീഗറിന് വലിയ രസമുണ്ടായിട്ടാണ്. കാർഗിൽ വാർ മെമ്മോറിയലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ യൂണിയൻ്റെ വണ്ടി എടുക്കണം. ഈ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം യൂണിയൻ വണ്ടി കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. ഇതിന് കുറച്ച് നല്ല റേറ്റ് ഉണ്ട്. പെർ 2 പേഴ്സണിന് ഒരു പെർ വെഹിക്കിൾ ആകുമ്പം ഏകദേശം 18,000 അവർ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ അത് ബാർഗെയിൻ ചെയ്ത് ഉറപ്പിച്ചിട്ട് ഇപ്പം 11,000 എത്തിച്ചിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കിലോമീറ്റേഴ്സ് ഉണ്ട്, ഏകദേശം 115 അങ്ങനെ എങ്ങാനും കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് ഇവിടുന്ന് പോകാൻ. പിന്നെ ലഡാക്ക് വഴി പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അടിപൊളി ടെറൈൻസും കാര്യങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി വെർത്തിട്ടാണ് സംഭവം. നമ്മളിങ്ങനെ മൂവീസിലും റീൽസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ബൈക്കേഴ്സൊക്കെ പോകുന്ന റൂട്ടാണിത്. ഇങ്ങനെ വലിയ വലിയ പാണ്ടി ലോറികൾ പോലെ ചുമടും കാര്യങ്ങളും കൊണ്ടുപോകുന്ന ടൈപ്പ് റൂട്ടാണ്. 2 സൈഡിലും മൊത്തം മലകളും നല്ല വ്യൂസും നല്ല ഗ്ലേഷ്യർ ഒഴുകി വരുന്ന റിവേഴ്സും കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ പറ്റില്ല. ഒരു വീടൊന്നുമില്ല. പിന്നെ അങ്ങ് ദൂരം നോക്കിയാൽ മലയുടെ മുകളിലായിട്ട് മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇന്നലെ ഇവിടെ മറ്റേ ഹെയിൽ സ്റ്റോൺ ഉണ്ടായെന്ന് പറഞ്ഞതിൻ്റെ മഴയും ഹെയിൽ സ്റ്റോണൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കണം. കാരണം ഈ ടൈമിൽ അങ്ങനെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റില്ല എന്നാണ് ഇവരെ പൊതുവെയുള്ളൊരു അഭിപ്രായം. അപ്പം നമുക്കിത് ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളും പിന്നെ ഇങ്ങനത്തെ ലോറിയും കാര്യങ്ങളും പിന്നെ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് CRPFൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അതിനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർഗിലേക്ക് ഡിസ്റ്റൻസ് ഏകദേശം 84 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി ഈ സ്ഥലത്തുനിന്ന് കാർഗിലേക്ക് എത്താൻ. അതിൻ്റെ ഇടയിലായിട്ട് ട്രാസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ലഡാക്കിലേക്ക് എൻട്രി ചെയ്യുന്ന ഈ സ്ഥലത്താകുമ്പോൾ നല്ല വൃത്തിയിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ ക്യാബ് ഡ്രൈവർ ഇവിടെ നിന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് അവിടെ പോയിട്ട് ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കാർഗിലിൻ്റെ യുദ്ധം നടന്ന സ്ഥലം. ഡ്രാസ് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലമാണിത്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമുക്ക് കാണാൻ പറ്റും. കാർഗിൽ വാർ മെമ്മോറിയലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും. നോക്കി നോക്കാം. എല്ലാ സൈഡിലും മലയാണ്. ലഡാക്കിൻ്റെ ഭാഗമാണ് കാണുന്നത്. കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട ജവാന്മാരെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങാട് ഒരു മ്യൂസിയം കാണാം. ഇതാണ് മ്യൂസിയം. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇതൊന്നും അലൗഡ് അല്ല. നമുക്ക് ഇവരെക്കുറിച്ച് വായിച്ച് നോക്കാം. ക്യാപ്റ്റൻ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങളിവിടെ തന്നിട്ടുണ്ട്. ആ സിനിമയിൽ തന്നെ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ സിനിമയിൽ നമ്മൾ കണ്ടു നിൽക്കുന്നത് ഇവരെ റിയൽ ലൈഫ് ബേസ്ഡ് സ്റ്റോറിയാണ്. ക്യാപ്റ്റൻ വിക്രം ബത്ര. അങ്ങനെ ഒരുപാട് സോൾജേഴ്സിനെ കുറിച്ച് ഈ ഓരോ സൈഡിലായിട്ട് നമുക്ക് അവരെ സ്കാൻ ചെയ്ത് അവരെക്കുറിച്ച് വായിക്കാൻ പറ്റും അല്ലാണേ. അതാണ് മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇതൊന്നും അലൗഡ് അല്ല. പിന്നെന്ന് വെച്ചാൽ അങ്ങാടെ കാണുന്നതെന്ന് ബാക്കിയുള്ള ക്ലിപ്സ് എൻ്റെ സിസ്റ്ററിൻ്റെ ചാനലിൽ ഉണ്ട്. നമ്മൾ രണ്ടും സെപ്പറേറ്റ് വീഡിയോ ആണ് ഇതിനെടുത്തിരിക്കുന്നത്. ഭൂമി ഇവിടെയാണ് എല്ലാവരെയും അടക്കം ചെയ്തതല്ലേ, മാർട്ടിയേഴ്സിനെ അടക്കം ചെയ്തത്. കാർഗിൽ യുദ്ധത്തിൽ മാർട്ടിയർ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് അവരെ പേര് ഇവിടെ വായിക്കാൻ പറ്റും. അതേപോലെ ഇത് ഇവിടെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചാൽ നമുക്ക് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും യുദ്ധത്തിൻ്റെ സ്കൾപ്ചേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിലൂടെ വരുമ്പം ചില ആൾക്കാർക്കെങ്കിലും പേടിയാവും. കാരണം അവിടെ ഇവിടെ ആയിട്ട് സോൾജേഴ്സിൻ്റെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ തോക്കൊക്കെ പിടിച്ചിട്ടുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് കാണൽ. അങ്ങനെ സിവിലിയൻസിനൊന്നും ഈ സൈഡിലൊന്നും കാണാനും പറ്റില്ല. പിന്നെ നമുക്ക് കാറിലായതുകൊണ്ട് നമുക്ക് അത്ര ഒരു പേടിയും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. നല്ലൊരു വ്യൂ ആണ്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ പല കളേഴ്സിലുള്ള സോയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും.
പ്രത്യേകിച്ച് നമുക്ക് ലഡാക്കിലേക്ക് നമ്മൾ ഇങ്ങനെ കാശ്മീരിൽ നിന്ന് എൻട്രി എടുത്തുകൊണ്ട് കുറേയെങ്കിലും നമുക്ക് ലഡാക്കിൻ്റെ വ്യൂസും കാര്യങ്ങളും ഭംഗിയുള്ള മൗണ്ടെയ്ൻസൊക്കെ കാണാൻ പറ്റിയത് തന്നെ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഈ ഭാഗത്തായിട്ട് കല്ലിൻ്റെ പൊടി ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് ഫാക്ടറിയും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പണ്ട് കാലത്ത് കാർഗിൽ യുദ്ധമുണ്ടായ സമയത്തുണ്ടായ ഇവർ ഉപയോഗിച്ചിരുന്ന ഇങ്ങനെ ടെൻ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ടൈപ്പ് ടെൻ്റ്. അതേപോലത്തെ ടെൻറ്റുകൾ കുറേ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ ഒറ്റ ഒരു സ്ഥലത്തെ നമ്മൾ കുറേ കൂടി ആൾക്കാരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇത് CRPFൻ്റെ അങ്ങനെ ക്യാമ്പ് തന്നെയായിരിക്കും. ആ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ വരുന്ന വഴിക്ക് ഒരു നല്ല അടിപൊളി ലൊക്കേഷൻ നിർത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് റീലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. പിന്നെ ഈ മലയുടെ മുകളിൽ നല്ല വെളിച്ചമുണ്ടായതുകൊണ്ട് നമ്മൾ ഇതുവഴി റീലാക്കാൻ തീരുമാനിച്ചു. ഇതുവഴിയാണ് നമ്മൾ വന്നത്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ. തണുത്ത ഐസായിട്ടായിട്ട് നമ്മൾ കോട്ടും സൂട്ടും മറ്റേ കരട്ടിച്ച് വന്നാൽ മതിയും. തിരിച്ച് റിട്ടേൺ ചെയ്യാന്ന് ഇവിടുത്തെ നല്ലൊരു വ്യൂ ഉണ്ടായ സ്ഥലമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ചെറിയ ലോറിയായിട്ട് അങ്ങാടെ ദൂരത്തിൽ കാണാൻ പറ്റും. അത് ശരിക്കും നമ്മൾ ഈ പാണ്ടി ലോറി പോലത്തെ ലോറിയാണ്. അത് ഞാൻ സൂം ചെയ്യുന്ന ഇത് കാണിച്ചു തരാം. ചെറിയ ഡോട്ടായിട്ട് കാണുന്നതാണ് ലോറി. അത് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുന്നതാണ്. ശരിക്കും ഈ താഴിലേക്ക് പോകുന്ന ആ ഒരു റോഡിലൂടെ പോയിട്ടാണ് നമുക്ക് താഴെത്തേണ്ടത്. നിൽക്കുന്നത് ഇന്ന് നമ്മൾ രാത്രി സ്റ്റേ ചെയ്യാനെടുത്തത് ഈ ബോട്ടാണ്, ബോട്ട് ഹൗസ്. ജസ്റ്റ് 3,000 രൂപയിലൂ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. നല്ല അടിപൊളി ലൊക്കേഷനാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ തോണികളിലായിട്ട് നമ്മൾ ആ സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ ഈ ബോട്ട് ഹൗസിൽ നിൽക്കലങ്ങനെയാണ്. ഇതിനപ്പുറത്ത് 2 വേറെ ബോട്ട് ഹൗസസും കൂടി കാണാൻ പറ്റും. ഇത് പറഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ വ്യൂ ഞാനൊന്ന് ജസ്റ്റ് നൈറ്റ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങോട്ട് കയറി വന്നാൽ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ള ഈ സിറ്റിംഗ് ഏരിയ, ഹാൾന്ന് പറയും, ഹാൾന്ന് പറയാം. പിന്നെ TV ഉണ്ട്. പിന്നെ നല്ല പഴയ കാലത്തെ ഫർണിഷിങ് കാര്യങ്ങൾ, ബ്രിട്ടീഷ് സമയത്തായിട്ട് ഉണ്ടാക്കിയ ഹൗസ് ബോട്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോയാൽ ഇവിടെയായി ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇപ്പം കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവർ നമുക്ക് ഡിന്നർ കൊണ്ടുതരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ ഡൈനിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ജമ്മു കാശ്മീരിലാകുമ്പോൾ ഇതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. സ്മോക്കിംഗ് ആണെങ്കിലും ആൽക്കഹോൾ, ഹുക്ക ഇതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. നമുക്കതൊന്നും പ്ലാനില്ല എന്തായാലും. അപ്പം ടേബിൾ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്ത സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റെയർ കേസാണ് മുകളിലേക്ക്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ജഗ്, ആവശ്യമുള്ള പാത്രങ്ങൾ, ബേസിൻ കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ഇവിടുന്നാണ് നമ്മൾ ഈ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ റൂം വരുന്നത്. ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ റൂമുണ്ട്. റൂമിലാവുമ്പോൾ ഒരു സിംഗിൾ ബെഡും പിന്നെ ഒരു ഡബിൾ ബെഡും ആയിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ സുഖമായി വന്ന് നിൽക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഇത് AC ആണ്. AC ഹൗസ് ബോട്ട് ആയതുകൊണ്ടാണ് 3000 ആ റേറ്റ് വരുന്ന കാര്യം. പിന്നെ ഇതാ ഇവിടെ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോ സ്മോക്കിംഗ്, നോ ആൽക്കഹോൾ. പിന്നെ എല്ലാ സൈഡിലും വേണ്ടത്ര വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിങ്ങോട്ട് വന്നാൽ ഇവിടെ ബാത്റൂമാണ്. ഇവിടെ പിന്നെ റിസാന കുളിക്കുകയാണ്. അതിപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതാണ് ഞാൻ
ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഹൗസ് ബോട്ടിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളും. പിന്നെ നാളെ രാവിലെ സൺറൈസിൻ്റെ സമയത്ത് എണീറ്റ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സൺറൈസ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതും കൂടി കാണിക്കാം. ഹൗസ് ബോട്ടിലെ ഡിഷാണിത്. നോക്കി വെക്കാം എന്താണെന്നുള്ളതെന്ന്. अगर कुछ और चाहिए तो फिर बोल देना। हाँ ठीक ये नंबर लिखो फिर कॉल कर लो, कर लेना हमें। हाँ ठीक बारी यहीं से बोल देना बारी। ठीक है ചോറുണ്ട്, ചിക്കനാ മട്ടൺ കറിയാന്ന് തോന്നുന്നു. ഇപ്പുറത്ത് നിന്ന് നോക്കി വെണ്ടക്ക വറവ് ഇതെടുത്തന്നെ. പിന്നെ പരിപ്പിൻ്റെ കറിയാന്ന് തോന്നുന്നു. പിന്നെ അച്ചാറും ഉണ്ട്. നമുക്ക് തിന്നാം. അതുപോലെ നമുക്ക് മുറ്റത്ത് പോയി നോക്കാം. സൂര്യനെല്ലാം ഉദിച്ചൊരു 7 മണിയായി പോയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് സൂര്യോദയം കാണാമെന്ന് എണീച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതിനെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇപ്പുറത്ത് സൂര്യൻ്റെ ഉദയം കാണാൻ പറ്റും. നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. ഞാനിങ്ങനെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ഒരു ഫ്ലവർ സീഡ്സ് എല്ലാം വെക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മനുഷ്യൻ. ഓരോ ഫ്ലവർ എല്ലാം ഇവിടെ പല ടൈപ്പ് ഫ്ലവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവറിൻ്റെ സീഡ് നമ്മൾ വാങ്ങി അതിന് ഉമ്മാക്ക് കൊടുക്കാം. ഉമ്മക്ക് ഫ്ലവർ പ്രാന്താണ്. അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ ആ നിൽക്കുന്ന ബോട്ടിലാണ് അവർ ഫ്ലവർ സീഡ്സ് വെക്കുന്നത്. കാണാൻ പറ്റും. ഇതാണ് വെളിച്ചത്തിലുള്ള വ്യൂ. വളരെ കാമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. രാവിലെ തന്നെ കുറേ കിളിക്കൊഞ്ചലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ഉറങ്ങണീച്ചത്. അതും കൂടാതെ അവിടെ ഇത് വേറെ ബോട്ടാണ്, നമ്മളത് ഈ കാണുന്നതാണ്. അപ്പുറം അവിടെ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും കണ്ടിട്ട് നമ്മൾ അന്നേരം ആലോചിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഡിഫറെൻറ്റ് അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ കാരണമായിരിക്കും. പക്ഷേ മൂപ്പര് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ചൂടായതുകൊണ്ട് തന്നെ അവിടെ വളർത്താൻ പറ്റുന്ന ടൈപ്പ് കാര്യങ്ങൾ മാത്രം നമുക്ക് കാണിച്ചു തന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് സീഡ്സ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് മൂപ്പര് എനിക്കിതാ ഇത് തന്നു ഗിഫ്റ്റായിട്ട്. ഇത് ഒറിജിനൽ ലോട്ടസ് ഫ്ലവറാണ്. എൻ്റെ ഇത് ഇപ്പോൾ തണ്ട് ശ്രദ്ധിച്ചാൽ തിരിയും. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ആയി തോന്നും. പക്ഷേ ഞാൻ അതേ അത്ഭുതപ്പെട്ടു, ഇത് പ്ലാസ്റ്റിക്കാണ്. ഞാൻ എൻ്റെ മണപ്പിക്കുമ്പോൾ നല്ല മണം. ഞാൻ ചോദിച്ചൊക്കെയുണ്ട്. അവർ പറഞ്ഞു ഇത് ഒറിജിനലാണ്. ഇനി തണ്ട് നോക്കിയാൽ തിരിയും. അടിപൊളി ഫ്ലവർ. നമ്മൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാ പോയി എന്ന് പറഞ്ഞു. നമ്മൾ ഫുൾ പിങ്ക് ഔട്ട്ഫിറ്റാണ്. ഫുൾ പിങ്കാണ്. ഞാൻ ഫുൾ പിങ്കാണ്. നമുക്ക് തിന്നാൻ അത് ഈ റൂമിലെ കുളമെല്ലാം അവർ കണ്ടായിരിക്കും. സാരമില്ല, അത് നാച്ചുറലാണ്. തിന്നാനൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിനെ നോക്കുമ്പോൾ തിന്നാൻ പോയി. തിന്നേണ്ട സ്ഥലം നല്ലോണം സൂക്ഷിച്ച് നടക്കിട്ട്. ആടെല്ലോ കാലും കൈ ഓടിക്കാൻ സാധ്യത. ഇവിടെയാണ് തിന്നാൻ കൊണ്ടുതരുത്ത്. അതുവരെ നമുക്ക് വേണമെങ്കിൽ അതാ ഇപ്പം ഫുഡ് കൊണ്ടുതരുന്ന പറഞ്ഞ് ഈ ചപ്പൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാൻ തന്നതാണ് അവർ. നമുക്ക് അവിടെ പോവാം. കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഇരിക്കാൻ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ജനലേ നോക്കിയാൽ നമുക്ക് പുറം കാണാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് ഓടി വിളിച്ചെടുക്ക. നമുക്ക് നമ്മൾ ഔട്ട്ഫിറ്റ് ഉണ്ട്. നമുക്ക് ഇപ്പുറത്തെ വ്യൂ കാണിച്ചെടുക്കാം. ഇപ്പുറത്തുനിന്ന് വെയിലടിക്കുന്നുണ്ട്. അതെ ഇതാണ് ഇതാ. ഇന്നിപ്പോൾ ഇവിടെ താമസിക്കുന്നത് നമ്മളിപ്പം ഇവരെ കൂടെ തന്നെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പേര് പറഞ്ഞു അവര് പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് കഴിക്കാനും പോഹ, പിന്നെ ഓംലെറ്റ്, ബ്രെഡ്, ചായ ഉണ്ട്. ഇതല്ലേ വെള്ളത്തിൽ ഫ്ലാസ്കിലുണ്ട്. ഫ്ലാസ്കിൽ ചായ ഇതെല്ലാം ഉള്ളത്. ഇന്നലെ നമ്മൾ ഒറ്റക്കാ തന്നത്. ഇവർ കുറച്ച് വെയിറ്റ് വന്ന് അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മൾ ചോദിച്ചു നോക്കി. നമ്മൾ ഇവരെ ഫ്രക്കാ തോന്നുന്നുണ്ട്. അവർ പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒന്നിച്ച് തന്നാണ്. നല്ല വെയിലടിക്കുന്നത് ഗിഫ്റ്റായിട്ടുള്ള ഇതിനുകൊണ്ട് നമ്മൾ കുറേ ഫോട്ടോഷൂട്ടാക്കി ഇങ്ങനെയും ഫോട്ടോഷൂട്ടാക്കി. ഇവിടുന്നൊരു പാവം മനുഷ്യൻ കുറേ മണിക്കൂറുകളായിട്ട് മീൻ പിടിക്കാൻ അതുകൊണ്ട് പാവത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല.
ഇനി നീ എന്ന് നമ്മൾ നീന്ന് വെച്ചാൽ റംസി തിളങ്ങുന്നത് കാണിച്ചു തരാനാണ് ഇപ്പം. റംസി ഇവിടെ ഇരുന്നേ ഉണ്ടോ നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് ഇവിടെ ഇരുന്നിട്ട് ഇതെല്ലാം ഇടുന്നിട്ട് തമ്മിലാ ഇങ്ങനത്തെ എല്ലാ ടൈപ്പും മോതിരൊക്കെ വെച്ചിട്ട് എല്ലാ ഫോട്ടോഷൂട്ടും നടക്കും. അങ്ങനെ എൻ്റെ കൈമിയുണ്ട് മോദി റംസി തന്നത് വെള്ളത്തിൽ ഈ വെള്ളത്തിലുണ്ട് ഒരു പച്ച സാധനമുണ്ട്. കാണുന്നതാണ്. പക്ഷേ ഈ സംഭവം അടിപൊളിയാണ്. അത് ലോട്ടസ് പ്ലാന്റ്സുകളാണ് അവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മണ്ടത്തരാണ്, ഇത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ പ്ലാസ്റ്റിക് അല്ല, ഇത് ഒറിജിനൽ. ഇത് കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് നല്ല ഒറിജിനൽ ഓർഗാനിക് സാധനമാണ്. ഒരു ഹൗസ് ബോട്ട് ഉണ്ട്. ഇതിപ്പോ ഉച്ചയായി, നട്ടുച്ച സമയമായി. ഉച്ച ഒന്നായിട്ടാണ് 11 മണിയായി. 11 മണിയായി, പക്ഷെ നമുക്ക് ഉച്ച ചെയ്താൽ തോന്നുന്നു. കാരണം നമ്മ ഇന്ന് നേരം വിളിക്കുമ്പോൾ എണീച്ചേ. അതാ വീണക്കോണേ, വീണക്കല്ലേ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, കണ്ടാ ഏണ ഇടുന്ന ഫോട്ടോ. നമ്മൾ പോവാൻ റെഡി ആയിട്ടുണ്ട്. ആ വരുന്നതായിരിക്കും നമ്മളെ കൂട്ടാൻ വരുന്ന തോണി. ഈ തോണിയിൽ കയറിയിട്ട് ഈ റിവർ കടന്നിട്ട് അങ്ങ് സൈഡിലാണ് നമ്മളെ ക്യാബ് ഡ്രൈവർ വന്ന് നിൽക്കൽ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട്. ഇപ്പോൾ ഒരു മണിയല്ല, ഒരു 12:30 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ചൂടൊന്നുമില്ല. ശ്രീനഗറിൽ പൊതുവേ ഭയങ്കര ചൂടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വലിയ ചൂടില്ല. കൂടാതെ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നത് വളരെ വേർത്തിട്ടാണ്. അത്രയൊന്നും പൈസയൊന്നുമില്ല, ചെറിയ പൈസയില്ലൂ. 3000 രൂപ പെർ നൈറ്റ് വിത്ത് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം വളരെ കംഫർട്ടബിളും വളരെ നീറ്റുമാണ്. ഇവർ 2 ബ്രദേഴ്സാണ്. ഒന്ന് ഇവർക്ക് ഈ 2 ഹൗസ് ബോട്ടും ഉണ്ട്, പിന്നെ ഒരു നല്ലൊരു വീടും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇവർ നല്ല ക്ലീൻ ആൻഡ് എല്ലാം പെർഫെക്റ്റായി നോക്കുന്ന ടൈപ്പ് ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും, ക്ലീൻ ആയിരിക്കും, നല്ല ഫുഡാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ പെർഫെക്റ്റാണ്. ഇവർ കോപ്പറേറ്റീവാണ്, ഹെൽപ്ഫുള്ളാണ്.